മുണ്ടക്കൈ ചുരൽമല ദുരന്ത മേഖലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ 100 വീടുകളുടെ ധാരണാപത്രവും തുകയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. വേദിയിൽ ഡിവൈഎഫ്ഐയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിവൈഎഫ്ഐ നടത്തിയത് മാതൃകാപരമായ ഇടപെടലെന്നും 25 വീട് എന്നതിൽ നിന്നും 100 വീടായി മാറിയത് അഭിമാനകരമായ കാര്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടപെടലാണ് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത്. പറഞ്ഞതിനേക്കാളും കൂടുതൽ നൽകുന്നത് എപ്പോഴും ആവേശകരമായ കാര്യമാണ്. 25 വീട് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അത് 100 വീടായി മാറുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ്. ഡിവൈഎഫ്ഐയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തെക്കിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, വളരെ ശ്രമകരമായ ദൗത്യങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ തുക സമാഹരിച്ച് ദുരന്തബാധിതർക്കായി ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത്. ആ നിമിഷം സാർത്ഥകമായിരിക്കുന്നു. 25 വീട് എന്നത് 100 വീടാണ്. പ്രഖ്യാപിച്ചത് 25എങ്കിൽ 100 വീടിനുള്ള ധാരണാപത്രവും തുകയുമാണ് കൈമാറിയത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ യുവത, അതായത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചുരൽമല വിഷയമുണ്ടായത് തൊട്ട് ആ ദുരന്തമുഖത്ത് വളരെ സജീവമായി ഇടപെടുകയും എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് അവർക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വീടുകൾ എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചിരുന്നത് എങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുക്കിലും മൂലയിലും നടന്ന് ആക്രി പെറുക്കി, അതുപോലെ തന്നെ മത്സ്യം വിറ്റ്, മറ്റ് ചുമടെടുത്ത് സകല വിധത്തിലുള്ള ജോലികൾ ചെയ്താണ് അവർ ഈ തുക കണ്ടെത്തിയിട്ടുള്ളത് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അത് 25 വീടാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 100 വീട് നൽകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെ ആ നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അഭിനന്ദിച്ചത്. മറ്റൊരു സംഘടനയ്ക്കും ചെയ്യാൻ കഴിയാത്ത നിലയിൽ വളരെ അഭിനന്ദനാർഹമായ ഇടപെടലാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ 100 വീടുകളുടെ ധാരണാപത്രവും അതുപോലെ തന്നെ തുകയായിട്ടുള്ള 20 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിക്കൊണ്ട് അതിന്റെ ചടങ്ങ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ കെ രാജൻ, OR കേളു അടക്കമുള്ള മന്ത്രിമാരും ഇതോടൊപ്പം ഇവിടെ സംബന്ധിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡിവൈഎഫ്ഐയെ അഭിനന്ദിക്കുന്നു എന്നതിനൊപ്പം ഡിവൈഎഫ്ഐ നടത്തിയ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്നതിനൊപ്പം തന്നെ ഈ കേരളത്തെ ഈ ദുരന്തമുഖത്തും കൂടി പരിഹസിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായ വലിയ വിമർശനവും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. വലിയ ദുരന്തത്തിൽ കേരളം നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു 5 പൈസ പോലും സഹായിക്കാത്ത നിലയിലേക്കുള്ള ഇടപെടലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കടങ്ങൾ, അതായത് കമലേഷ് തെക്കേക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.